എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആർ സി ബിക്ക് ഇനി പ്ലേ ഓഫ് പ്രതീക്ഷ ഉണ്ടോ, അല്ലെങ്കിൽ പ്ലേ ഓഫിൽ അവർക്ക് സ്ഥാനമുണ്ടോ? നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. സോ ആർ സി ബിയുടെ പ്ലേ ഓഫ് സിനാരിയോ, IPL 2024 പ്ലേ ഓഫ് സിനാരിയോ, അതായത് അവർക്കിനി പ്ലേ ഓഫിലേക്ക് എത്താൻ എന്തൊക്കെ സംഭവിക്കണം? വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കും IPL റിലേറ്റഡ് കണ്ടൻസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു. സോ നിലവിലെ സാഹചര്യത്തിൽ IPL 2024 പ്ലേ ഓഫ് കാണാതെ ഒഫീഷ്യലായി പുറത്തായ ഒരേ ഒരു ടീം മാത്രമാണ് മുംബൈ ഇന്ത്യൻസ്. സോ അതിനാൽ തന്നെ ബാക്കിയുള്ള 9 ടീമുകൾക്കും പ്ലേ ഓഫ് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ രാജസ്ഥാൻ റോയൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും പ്ലേ ഓഫ് ഉറപ്പിച്ച ഘട്ടത്തിൽ തന്നെയാണ്. ശേഷിക്കുന്ന 2 സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് നിലവിൽ ബാറ്റിൽ ഫോർ ദ പ്ലേ ഓഫ് നടക്കാൻ പോകുന്നത്. സോ ആർ സി ബിയെ സംബന്ധിച്ച് ഇനി പ്ലേ ഓഫിലേക്ക് എത്തണമെങ്കിൽ അവശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളും വിജയിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് തന്നെയാണ്. അവശേഷിക്കുന്ന 3 മത്സരങ്ങൾ വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ്, വേഴ്സസ് പഞ്ചാബ് കിങ്സ്, ഒപ്പം വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്. ഈ 3 മത്സരങ്ങളും വിജയിച്ചാൽ ആർ സി ബിയെ സംബന്ധിച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവും. പിന്നീടുള്ളത് മറ്റ് ടീമുകളുടെ മത്സരഫലത്തെ ആശ്രയിക്കുക. അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൗ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. സോ അതിനാൽ തന്നെ ആർ സി ബിക്ക് ഇനിയും സാധ്യതകൾ വർദ്ധിക്കുന്നുണ്ട്. മെയ് 9, അതായത് ഇന്ന് നടക്കാൻ പോകുന്ന പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനെ അവർ പരാജയപ്പെടുത്തണം. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നീട് മെയ് 10 നടക്കാൻ പോകുന്ന GT CSK പോരാട്ടത്തിൽ ചെന്നൈയെ ഗുജറാത്ത് പരാജയപ്പെടുത്തണം. മെയ് 10 GT ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തണം. അപ്പം മെയ് 11 KKR മുംബൈ ഇന്ത്യൻസ് മത്സരം KKR വിജയിക്കണം. മെയ് 12 നടക്കുന്ന ചെന്നൈ രാജസ്ഥാൻ റോയൽസ് മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസും. മെയ് 12 ഈവനിങ് മാച്ചാണ് CSK വേഴ്സസ് RR. അതിൽ RR ചെന്നൈയെ പരാജയപ്പെടുത്തണം. ഒപ്പം അന്ന് നൈറ്റ് മാച്ചിൽ ആർ സി ബിക്ക് മത്സരമുണ്ട്. ഡൽഹി ക്യാപിറ്റൽസുമായിട്ടാണ് ആർ സി ബിയുടെ മത്സരം. സോ അത് വിജയിക്കണം. മെയ് 13 ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം KKRഉം. മെയ് 14 LSG വേഴ്സസ് DC മത്സരം DCയും. മെയ് 15 RR വേഴ്സസ് PBKs മത്സരം രാജസ്ഥാൻ റോയൽസും വിജയിക്കണം. അതിനുശേഷം മെയ് 16 നടക്കുന്ന SRH വേഴ്സസ് GT മത്സരം ഗുജറാത്ത് ടൈറ്റൻസും. മെയ് 17 നടക്കുന്ന മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് LSG മത്സരം മുംബൈ ഇന്ത്യൻസും. മെയ് 18 നടക്കുന്ന RCB CSK പോരാട്ടം RCB ജയിക്കണം. ഒപ്പം മെയ് 19, അതായത് IPL 2024 ലീഗ് മാച്ചിൻ്റെ അവസാന ദിനമാണ് മെയ് 19. അന്ന് 2 മത്സരങ്ങളുണ്ട്. ആദ്യ മത്സരത്തിൽ SRHും പഞ്ചാബ് കിങ്സുമാണ്. ആ ഒരു മത്സരത്തിൽ ഹൈദരാബാദിനെ പഞ്ചാബ് അട്ടിമറിക്കണം. ഒപ്പം സീസണിലെ, അതായത് IPL 2024 ലീഗ് സ്റ്റേജിൽ അവസാന പോരാട്ടം രാജസ്ഥാൻ റോയൽസും KKRഉം തമ്മിലാണ്. ആ ഒരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് KKRനെ കൂടി പരാജയപ്പെടുത്തുകയാണെങ്കിൽ ആർ സി ബിക്ക് പ്ലേ ഓഫിലേക്ക് അതായത് 4ാം സ്ഥാനക്കാരായിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു പറഞ്ഞ റിസൾട്ടുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസ് 22 പോയിൻറ്റുമായി ടേബിൾ ടോപ്പേഴ്സായി ഫിനിഷ് ചെയ്യുമ്പോൾ 2ാം സ്ഥാനത്ത് KKR 20 പോയിൻറ്റും 3ാം സ്ഥാനത്ത് SRH 14 പോയിൻറ്റും ഉള്ളപ്പോൾ 4ാം സ്ഥാനം, അതായത് പ്ലേ ഓഫിലെ അവസാന സ്ഥാനക്കാരായി 4ാം സ്ഥാനക്കാരായി ഈ ഒരു റിസൾട്ടുകൾ പ്രകാരം സംഭവിക്കുകയാണെങ്കിൽ 14 പോയിൻറ്റുമായി ആർ സി ബിക്ക് എത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ 14 പോയിൻറ്റുള്ള DC 5ാം സ്ഥാനത്തും 12 പോയിൻറ്റുള്ള ചെന്നൈ 6ഉം LSC 7ാം സ്ഥാനത്തും GT 8ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്യും. 10 പോയിൻറ്റുമായി പഞ്ചാബ് 9ാം സ്ഥാനത്തും ഒപ്പം 10 പോയിൻറ്റുമായി മുംബൈ ഇന്ത്യൻസും 4ാം സ്ഥാനത്ത് അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും. സോ ഈ ഒരു പ്രകാരം റിസൾട്ടുകൾ അതായത് ആർ സി ബി അവശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ മികച്ച നെറ്റ് റൺ റേറ്റുമായി വിജയിക്കണം. ഒപ്പം ഈ പറഞ്ഞ രീതിയിലുള്ള മത്സരഫലങ്ങൾ കൂടി വന്നാൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് IPL 2024 പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.